എല്ലാവരും പാഠപുസ്തകം എടുക്കുക. നമ്മുടെ പുതിയ കവിത ഹരിതം എന്ന ഭാഗം എടുക്കുക. പേജ് നമ്പർ എത്രയാണ്? 23 എടുത്തോ. അവിടെ ഒരു ചെറിയ കവിത തന്നിട്ടുണ്ട്. അതായത് മഹാകവി കുട്ടമത്ത് കുഞ്ഞിക്കുറുപ്പ് എഴുതിയ ഒരു ചെറിയ കവിതാഭാഗം കണ്ടോ. അവിടെ ഒരു ചിത്രത്തിൽ എന്താ കാണുന്നത്? അവിടെ ഒരു പക്ഷിയെ കാണുന്നുണ്ട് അല്ലെ? മനോഹരിയായ ഒരു പക്ഷിയുണ്ട്. ആ മരക്കൊമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നമുക്കത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ അടുത്തായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള മനോഹരിയായ ഒരു പക്ഷി ഇല്ലേ? അപ്പൊ നമുക്ക് ആ കവിതയൊന്ന് വായിച്ചു നോക്കാം. പച്ചക്കിളിയൊന്നു പാറിയൊരു കൊച്ചശോകത്തോപ്പിലേറി ചാഞ്ചാടിയപ്പോഴോ ചില്ലിക്കമ്പുതാൻ ചാടുമർമരം ചൊല്ലി ചഞ്ചൽ തളിർക്കൊണ്ടു വീശി നറും ചെഞ്ചായം ഒന്നങ്ങു പൂശി ശാരിക പൈതലിൻ മോടി കണ്ടു മാരുതനും ചെന്നുകൂടി. അതായത് ഒരു പച്ചക്കിളി ഒരു മരത്തിൽ വന്നിരുന്നപ്പോഴുണ്ടായ ആ പ്രകൃതിക്കുണ്ടായ മാറ്റങ്ങളെയാണ് കവി ഇവിടെ വിവരിക്കുന്നത്. ഒരിക്കൽ കൂടി നോക്കാം. പച്ചക്കിളിയൊന്നു പാറിയൊരു കൊച്ചശോക തോപ്പിലേറി ചാഞ്ചാടി എപ്പോഴാ ചില്ലി കൊമ്പുതാൻ ചാടുമർമരം ചൊല്ലി ചഞ്ചൽ തളിർക്കൊണ്ടു വീശി നറും ചെഞ്ചായം ഒന്നങ്ങു പൂശി ശാരിക പൈതലിൻ മോടി കണ്ട് മാരുതനും ചെന്നുകൂടി. അതായത് പച്ചക്കിളിയുടെ വരവ് ചുറ്റുപാടിലുണ്ടാക്കിയ ആഹ്ലാദം കണ്ടില്ലേ എന്ന്. അതായത് പച്ചക്കിളി എവിടെയാ വന്ന് പറന്ന് വന്ന് ഒരു അശോക മരത്തിലിരുന്നു. അതായത് എന്താണ്, അവിടെ ഇരുന്ന് ഒന്ന് പാറി പറന്നപ്പോൾ എന്താണ്, ആ ഇലകളിലൊക്കെ സന്തോഷം കൊണ്ട് കാറ്റായി വീശി എന്നാണ് പറയുന്നത്. കിളി വന്നിരുന്ന സന്തോഷത്തില് കുഞ്ഞിലകളൊക്കെ ചേർന്ന് മന്ദമാരുതൻ ഇളം കാറ്റായി വീശി എന്നല്ലേ. പിന്നെയോ എന്താണ്, ചഞ്ചൽ കളിർകൊണ്ട് വീശും നറും ചെഞ്ചായം ഒന്നങ്ങു പൂശി ശാരിക പൈതലിൻ മോടി കണ്ട് മാരുതനും ചെന്നുകൂടി. അതായത് പല നിറമുള്ള നല്ല പല വർണ്ണങ്ങളുള്ള മനോഹരമായ പക്ഷി വന്നിരുന്നപ്പോൾ അതിന്റെ സന്തോഷത്തില് കാറ്റും ഇലകളും എല്ലാം ചേർന്ന് പ്രകൃതി അങ്ങോട്ട് രമണീയമായി എന്താ പറയാ, ഒരുപാട് സുന്ദരിയായി എന്താ പറയാ, സന്തോഷത്താൽ നിറഞ്ഞു എന്നാണ് കവി പറയുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു പ്രവർത്തനമുള്ളത് എന്താണെന്നറിയോ? പച്ചക്കിളിയുടെ വരവ് ചുറ്റുപാടിലുണ്ടാക്കിയ ആഹ്ലാദം കണ്ടില്ലേ? ഇതുപോലെ നിങ്ങളെ ആഹ്ലാദിപ്പിക്കുന്ന എന്തെല്ലാം കാഴ്ചകളാണ് ചുറ്റുമുള്ളത്? അതായത് ആഹ്ലാദിപ്പിക്കുക, നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു സീൻ, അതായത് എന്തെങ്കിലും ഒരു കാഴ്ച നിങ്ങളുടെ മനസ്സിൽ നിന്നും ഓർത്തെടുക്കുക. ചിലപ്പോൾ പക്ഷികളാകാം, ചിലപ്പോൾ മൃഗങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒരു എണ്ണാരക്കണ്ണൻ വന്ന് ചിൽ 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 എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഒരു അനുഭവം ഉള്ളത്, അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. കണ്ടല്ലോ, ഒന്നാമത്തെ പ്രവർത്തനം അതാണ്. ഇനി തൊട്ടടുത്ത പേജിലേക്ക് നോക്കുക. നമുക്ക് അവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. ആ കവിത നമുക്ക് എന്ത് ചെയ്യണം? വരികൾ ഒന്ന് പരിചയപ്പെടണം. വരികൾ പരിചയപ്പെട്ടാൽ നമുക്ക് ചൊല്ലാൻ പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കവിത എന്താണെന്ന് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും പേജ് എടുക്കുക. അവിടെ ചിത്രത്തിലൊരു ആരെയെ കാണുന്നത്? ആ വീടിനടുത്ത് നിൽക്കുന്നത് ആരാണ്? ഒരു കുട്ടി നിൽക്കുന്നുണ്ട് അല്ലേ? ആ കുട്ടി എന്താ ചെയ്യുന്നതെന്ന് നോക്കൂ. നിങ്ങൾക്ക് കുട്ടിക്കൊരു പേരൊക്കെ നൽകാം, അല്ലെ നിങ്ങളാണെന്ന് വിചാരിക്കാം. എന്താണ് ആ കുട്ടി? ഒരു ചെടി, എന്ത് ചെടിയാണ്? പനിനീർ ചെടി, ഒരു റോസാപ്പൂവാണ് അല്ലെ. അതിനെ നോക്കിക്കൊണ്ട് നിന്ന് എന്തൊക്കെയോ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു. അപ്പം ഈ കവിത എഴുതിയത്, കവിതയുടെ പേരെന്താണെന്ന് വായിച്ചേ? അതെ, എന്റെ പനിനീർ ചെടി. അത് ആരാണ് എഴുതിയതെന്ന് പറയാമോ? യെസ്, മേരി ജോൺ കൂത്താട്ടുകുളം എന്ന കവയിത്രിയാണ് എഴുതിയത്. അന്തിനക്ഷത്രം എന്ന കവിതാ ഭാഗമാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാല് എല്ലാവരും വരികളിലൂടെ നോക്കുക. വരികൾ പരിചയപ്പെടാനും അത് ചൊല്ലി നോക്കാനുമുള്ള അവസരമാണിത്. അങ്കണത്തിനലങ്കാരമായൊരു ചെമ്പനി നീർച്ചെടി നട്ടു വളർത്തി ഞാൻ, ജാതമോദമതിന്നനുവാസരം ശീതള ജലധാര പകർന്നു ഞാൻ, നാൾക്കുനാളതിൽ നാമ്പുണരുന്നതു നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ, മുട്ടുതോറും കിളുർക്കും മുളകളെ ക്ഷുദ്രകീടം കരളാതെ കാക്കുവാൻ, അങ്കുരിക്കും കുരിന്നിലയും അഗ്രമായി ഉച്ച വയിലേറ്റു വാടാതെ നോക്കുവാൻ,
വിസ്മരിക്കാതെ നിന്നു ഞാൻ ആ പുതുപുഷ്പവല്ലിക്കു കാവൽ മാലാഖയായി. മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭഗം എന്റെ നാടിനെ പുൽകിയ വേളയിൽ ആകമാനം തളിർത്തു മനോഹര ശ്യാമളാംഗിയൻ പനിനീർച്ചെടി. ശുദ്ധമാകും തുഷാരകണങ്ങളാൽ മുത്തണിഞ്ഞു സുമംഗലിയാകവേ ചില്ലതോറും പുളകാങ്കുരം കണക്കുല്ലസിച്ചു മുകുളമുളകളും. പൊൻപുലരിത്തുടുപ്പിനെ നോക്കിയ പൊന്മുകുളങ്ങൾ മന്ദഹസിക്കവേ ആർത്തിരമ്പുകയാണനുവേലമെന്നന്തരംഗത്തിൽ ആനന്ദസാഗരം. വാക്കുകളൊക്കെ ചിലത് വായിക്കാൻ ബുദ്ധിമുട്ടും, നമുക്ക് ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ കിട്ടും. പക്ഷെ ചേർത്ത് വായിക്കുമ്പോൾ എവിടെയൊക്കെയോ തടസ്സമൊക്കെ വരുന്നത് പോലെ തോന്നും. നമ്മൾ ഒരു പ്രാവശ്യവും കൂടി പറഞ്ഞ് വരികൾ പരിചയപ്പെടുകയാണ്. ആ കുട്ടിയിലെ സന്തോഷം, ആ പനിനീർച്ചെടി നട്ട് വളർത്തി വലുതായി അത് പൂവിട്ടപ്പോൾ ഉണ്ടായ കുട്ടിയുടെ സന്തോഷമാണ് ഇവിടെ കവയത്രി വിവരിക്കുന്നത്. നമുക്കൊന്നുകൂടി നോക്കാം. വരികള് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ചൊല്ലാനും അതിന് ഈണം കണ്ടെത്താനും ഒക്കെ സാധിക്കുകയുള്ളൂ. അങ്കണത്തിനലങ്കാരമായൊരു ചെമ്പനി നീർച്ചെടി നട്ടു വളർത്തി ഞാൻ, ജാതമോദമതിന്നനുവാസരം ശീതള ജലധാര പകർന്നു ഞാൻ. നാൾക്കുനാൾ അതിൽ നാമ്പുണരുന്നതു നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ, മുട്ടുതോറും കിളിർക്കും മുളകളെ ക്ഷുദ്രകീടം കരളാതെ കാക്കുവാൻ, അങ്കുരിക്കും കുരുന്നിലയും അഗ്രമാം ഉച്ച വെയിലേറ്റു വാടാതെ നോക്കുവാൻ, വിസ്മരിക്കാതെ നിന്നു ഞാൻ ആ പുതുപുഷ്പവല്ലിക്കു കാവൽ മാലാഖയായി. മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭഗം എന്റെ നാടിനെ പുൽകിയ വേളയിൽ ആകമാനം തളിർത്തു മനോഹര ശ്യാമളാംഗിയൻ പനിനീർച്ചെടി. ശുദ്ധമാകും തുഷാരകണങ്ങളാൽ മുത്തണിഞ്ഞു സുമംഗലിയാകവേ ചില്ലതോറും പുളകാങ്കുരം കണക്കുല്ലസിച്ചു മുകുളമുളകളും. പൊൻപുലരിത്തുടുപ്പിനെ നോക്കിയ പൊന്മുകുളങ്ങൾ മന്ദഹസിക്കവേ ആർത്തിരമ്പുകയാണനുവേലമെന്നന്തരംഗത്തിൽ ആനന്ദസാഗരം. അവസാനത്തെ വരികൾ ഒന്നുകൂടി നോക്കൂ. ആർത്തിരമ്പുകയായ അനുവേല മെന്നന്തരംഗത്തിൽ ആനന്ദസാഗരം. ഒരിക്കൽ കൂടി. ആർത്തിരമ്പുകയാണനുവേല മെന്നന്തരംഗത്തിൽ ആനന്ദസാഗരം. വരികളിലെ വാക്കുകളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ആവർത്തിച്ച് പല പ്രാവശ്യം വരികളും വാക്കുകളും ഒക്കെ ചൊല്ലി നിങ്ങൾ സാധിക്കുന്ന ഒരു ഈണമൊക്കെ കണ്ടെത്തുക. എഴുതാനുള്ള പ്രവർത്തനവും ചെയ്ത് അതിനുശേഷം ഇതിന് ഈണം കണ്ടെത്തി നിങ്ങൾ പഠിച്ച് ഒരു വോയിസ് ക്ലിപ്പ്, ഇത് രാവിലെ തന്നെ ചെയ്യണമെന്ന് ടീച്ചർ പറയുന്നില്ല, നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പരിചയപ്പെട്ടതിന് ശേഷം അയച്ചു തന്നാൽ മതി. കേട്ടല്ലോ?